ഗോകുലം സ്ഥാപനങ്ങളിലെ റെയ്ഡിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഗോകുലം സ്ഥാപനങ്ങൾ 3 മാസമായി നിരീക്ഷണത്തിലാണ്. അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 1000 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സംശയം. സമീപകാല വിവാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും ഇഡിയുടെ വിശദീകരണം. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, എംപുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. ഈ സിനിമ ഉയർത്തിയ രാഷ്ട്രീയ വിവാദത്തിന് പിന്നാലെ ഇഡി പരിശോധനയ്ക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും സമൂഹം അതിനെ കൂട്ടി വായിക്കും. ആ അർത്ഥത്തിൽ കൂടിയാകണം ഇഡിയുടെ ഒരു വിശദീകരണം വന്നത്. എന്താണ് അതിൽ പറയുന്നത്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ മുതലാണ് ഈ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇഡി വ്യാപകമായി പരിശോധന നടത്തുന്നത്. 5 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. ഈ പരിശോധന ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പല കോണിൽ നിന്നും ഇത്തരത്തിൽ ഈ സിനിമയുടെ രാഷ്ട്രീയം കാരണമാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് എന്ന് പല കോണിൽ നിന്നും ആരോപണങ്ങൾ വരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ, UDFന്റെയും LDFന്റെയും നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ പരിശോധന സിനിമ കാരണമാണ് എന്ന് പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡിയിൽ നിന്നും അത്തരത്തിലൊരു പരിശോധനയല്ല തങ്ങൾ നടത്തുന്നതെന്ന് ഒരു വിശദീകരണം നമുക്ക് ലഭിക്കുന്നത്. ഇത് നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഈ കുറച്ചു നാളുകൾക്ക് മുമ്പ് ചില സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഈ തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴ്നാട്ടിൽ വലിയ വിജയമാണെന്നത് കാണിച്ചത് അത് അത്തരത്തിലൊരു കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു. അത്തരമൊരു കളക്ഷൻ ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. അതിന്റെ ഒരു തുടർച്ചയായി അല്ലെങ്കിൽ അന്ന് മുതൽ തന്നെ ഈ ഇഡിയുടെ റഡാറിൽ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഇഡിയുടെ വിശദീകരണം. ഇപ്പോൾ നിലവിൽ 2 കുറ്റങ്ങൾക്കാണ് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ 2 നിയമപ്രകാരമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിൽ 1000 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് ഇഡിയുടെ സംശയം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 1000 രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി വിദേശത്ത് ഈ നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ പണം അത് രാജ്യത്തിന് പുറത്തേക്ക് പണം കൊണ്ടുപോയി വിദേശത്ത് സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ആദായ നികുതി വകുപ്പ് ഓൾറെഡി നേരത്തെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ കിട്ടിയ ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില വയലേഷൻസ് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായാണ് അത് ഇഡിയെ അറിയിച്ചത് എന്നാണ് ഇഡി പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ഗോകുലം കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ഇഡി പരിശോധിക്കുന്നുണ്ട്. ഈ വിദേശത്തുള്ള ആളുകളുമായി നടത്തിയ ട്രാൻസാക്ഷൻസും കള്ളപ്പണം വെളുപ്പിക്കലും കൃത്യമായി ഇഡി പരിശോധിച്ചു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഈ PMLA ആക്ടുമായി ബന്ധപ്പെട്ട ഗോകുലം സ്ഥാപനങ്ങളിലെ പരിശോധനയിലാണ് ഇഡി വിശദീകരണം നൽകിയത്. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ സേവ്യർ.